സജി മഞ്ഞക്കടമ്പിലും അനുയായികളും തൃണമൂൽ കോൺഗ്രസിൽ. കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി തൃണമൂൽ കോൺഗ്രസിൽ ലയിക്കുന്നതായി പാർട്ടി ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ. തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ പി.വി. അൻവറിനൊപ്പം കോട്ടയത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് സജി മഞ്ഞക്കടമ്പിൽ ഇക്കാര്യം അറിയിച്ചത്. എൻ.ഡി.എ മുന്നണി വിട്ടതായും അദ്ദേഹം വ്യക്തമാക്കി. ഇനി മുതൽ തൃണമൂൽ കോൺഗ്രസിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കും. തൃണമൂൽ കോൺഗ്രസിലും കോൺഗ്രസ് ഉണ്ടല്ലോ. കോൺഗ്രസ് മനസ്സിന് മാറ്റം വരില്ലെന്നും സജി മഞ്ഞക്കടമ്പിൽ പറഞ്ഞു. കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക്കിന് അർഹിക്കുന്ന പരിഗണന എൻ.ഡി.എ നൽകിയില്ല. അതിനാലാണ് പുതിയ തീരുമാനമെന്നും സജി മഞ്ഞക്കടമ്പിൽ വ്യക്തമാക്കി. തൃണമൂൽ കോൺഗ്രസിന്റെ വിപുലമായ ലയന സമ്മേളനം ഏപ്രിലിൽ ചേരുമെന്നും സജി മഞ്ഞക്കടമ്പിൽ അറിയിച്ചു. എൻ.ഡി.എയുടെ ഭാഗമായിട്ട് 1 വർഷമായിട്ടും അവരുടെ യോഗത്തിൽ പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല. കർഷകരെ സഹായിക്കാൻ കേരളത്തിലെ എൻ.ഡി.എ നേതൃത്വത്തിന് സാധിച്ചില്ലെന്നും സജി മഞ്ഞക്കടമ്പിൽ കുറ്റപ്പെടുത്തി. തൃണമൂൽ കോൺഗ്രസിലൂടെ വീണ്ടും UDF രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരാനാണ് സജി മഞ്ഞക്കടമ്പിലിന്റെ ശ്രമം. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് മുൻ ജില്ലാ അധ്യക്ഷനും UDF ചെയർമാനുമായിരുന്നു സജി. മോൻസ് ജോസഫുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് സജി കേരള കോൺഗ്രസ് വിട്ടത്. തുടർന്നാണ് എൻ.ഡി.എയുടെ ഭാഗമായത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ.ഡി.എ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയെ സജി മഞ്ഞക്കടമ്പിൽ പിന്തുണച്ചിരുന്നു. സജി പോലുള്ള ക്രൈസ്തവ വിഭാഗത്തിലുള്ള നേതാക്കൾ എൻ.ഡി.എയുടെ ഭാഗമാകുന്നത് സംസ്ഥാനത്തെ തങ്ങളെ സഹായിക്കുമെന്ന് BJP വിലയിരുത്തുന്നു. എന്നാൽ സജിയുടെ ഇപ്പോഴത്തെ നീക്കം BJPക്ക് തിരിച്ചടിയാണ്. സജി മടങ്ങുന്നതോടെ എൻ.ഡി.എക്കൊപ്പം ഇനി ഒരു കേരള കോൺഗ്രസ് വിഭാഗമാണ് ഉണ്ടാവുക. കുരുവിള മാത്യൂസ് ചെയർമാനായിട്ടുള്ള നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് ആണത്. റബ്ബർ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുന്നതും വന്യജീവി ആക്രമണത്തിൽ നിന്നും കർഷകരെ രക്ഷിക്കുന്നതും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കേന്ദ്ര സർക്കാരിന് മുന്നിലെത്തിക്കാനും കേരളത്തിലെ എൻ.ഡി.എ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ലെന്നും സജി മഞ്ഞക്കടമ്പിൽ പറഞ്ഞു. കേരളം നേരിടുന്ന കർഷകരുടെ വിഷയങ്ങളും വന്യജീവി പ്രശ്നങ്ങളും സജീവമാക്കി കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് സജി മഞ്ഞക്കടമ്പിലും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ജില്ലാ പ്രസിഡന്റുമാരും സംസ്ഥാന ഭാരവാഹികളും തൃണമൂലിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതെന്ന് പി.വി. അൻവർ വ്യക്തമാക്കി.